ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്തായി കൈ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഷോർട്സ് കണ്ട ആളുകളാണെങ്കിൽ ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് ഞാനും ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണെന്ന് കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും കൂന്തൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. വലിയ വലിയ വില കൊടുത്ത് നമുക്ക് അവിടെ പോയി ഓരോന്ന് കഴിക്കുന്നത് നല്ലത് കുറച്ച് കൂന്തൽ എന്തായാലും വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുന്നതാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിൽ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാലോ. അപ്പോൾ കൂന്തൽ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്ത് വന്നാലും എനിക്ക് കൂന്തൽ നിറച്ചുണ്ടാക്കണമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേയും ഞങ്ങൾ ഈ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിട്ടും ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ അന്ന് ഈ തേങ്ങയൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നില്ല കേട്ടോ നമ്മുടെ കൂന്തൽ നിറച്ചത്. പക്ഷെ അത് അത്ര സക്സസ് ആവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ ഇടാത്ത കേട്ടോ. അപ്പം ഇപ്രാവശ്യം എന്തായാലും നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ റെസിപ്പിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഒരു കൂന്തൽ നിറച്ചത് എന്തായാലും ഉണ്ടാക്കണ്ടേ. നമ്മൾ ഫിഷർമാൻ ഫാമിലി ആയിട്ട് കൂന്തൽ കിട്ടിയിട്ട് നമ്മൾ കൂന്തൽ നിറച്ചത് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തായാലേ. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല അടിപൊളി വലിയ കൂന്തൽ നോക്കിയാണ് എടുത്തത് കേട്ടോ. ഇനി വലിയ വലിയ കളികളാണ്, ചെറിയ കളികളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ വലിയ കൂന്തൽ നോക്കിയിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അടിപൊളി മസാല ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് ഉള്ളിയും എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് വാട്ടിയിട്ട് അതിലേക്ക് മസാലപ്പൊടികളായ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സാധാ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കൂന്തലിൻ്റെ വാലും ആവശ്യമില്ലാത്ത തലയൊക്കെ നമുക്ക് ഒന്നാകെ എടുത്തിട്ട്, ഞാൻ ഉദ്ദേശിച്ചത് ഈ നമ്മുടെ കൂന്തൽ നിറച്ചതിലേക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് മുറിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഈ ഉള്ളി ഫ്രൈയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു അബദ്ധം കാണിച്ചു, വെള്ളത്തോട് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ വെള്ളം വേണ്ട, നമുക്ക് ഡ്രൈ ആയിട്ടാണ് മസാല വേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ, തേങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിരുന്നു കേട്ടോ. എൻ്റെ കൂന്തൽ കുറച്ച് വലുതായതുകൊണ്ട് അത്യാവശ്യം ഫില്ലിങ് വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു മുറി തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കൂന്തലിൻ്റെ അളവനുസരിച്ച് വേണം നിങ്ങൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങേനെ ഞാൻ വേറൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ആ ഒരു മൊരുമൊരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ മസാലൻ്റെ അകത്തേക്ക് ഞാൻ ആഡംബരത്തിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊരിക്കുന്നുണ്ട് കേട്ടോ. ഇനി മുട്ടൻ്റെ ഒരു കുറവ് വേണ്ട, അതിൻ്റെ ടേസ്റ്റും കൂടെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കേട്ടോ. ശരിക്കും ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇതൊരു നിർബന്ധമില്ല. എൻ്റെ ഒരു ആഡംബരത്തിൻ്റെ പുറത്ത് ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഇതിൽ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചിക്കി എടുത്തിട്ട് നമ്മൾ മുട്ടപ്പേരിയൊക്കെ ഉണ്ടാക്കും പോലെ, എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ മസാല നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഒട്ടും വെള്ളം വേണ്ട കേട്ടോ, ഡ്രൈ മസാലയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാൻ ചെയ്ത പോലെ നിങ്ങൾ കൂന്തൽ വെള്ളത്തോടൊന്നും കൊണ്ട് ഒഴിക്കരുത് കേട്ടോ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നിട്ട് നമ്മളിതാ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന ആ നമ്മുടെ തേങ്ങയും കൂടെ അല്ലേ, അതും കൂടെ നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒന്നും നോക്കണ്ട കൈസ്, നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആവട്ടെ. തേങ്ങേൻ്റെ അകത്തേക്ക് ഈ മസാലേൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ. ഈ തേങ്ങയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ബീച്ചിലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ കൂന്തൽ നിറച്ചതിൻ്റെ ഉള്ളിലും തേങ്ങയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അവിടെ പോയി കഴിച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെ കൂന്തൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ രീതിക്ക് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അതുപോലെ ആയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മളെ രീതിക്ക് ഉണ്ടാക്കാമല്ലോ. അതാ കണ്ടോ ഗൈസ്, എൻ്റെ കൂന്തലൊക്കെ ഞാൻ സെറ്റാക്കി കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല നന്നായിട്ട് നിറയ്ക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അത്യാഗ്രഹം മൂത്ത് നിങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു കൂന്തലിനകത്തേക്ക് കുത്തി നിറയ്ക്കരുത്. കാരണം കൂന്തൽ പൊട്ടിപ്പോകും കേട്ടോ. നമ്മൾ ആവശ്യത്തിന് മാത്രം അതിലൊന്ന് ശരിക്ക് ഫില്ലാവുന്ന രീതിയിൽ മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുപാട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ നമ്മളത് ആവി കയറ്റി പൊരിക്കുമ്പോൾ അത് നടുമുറിഞ്ഞ് പോകും കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എന്താണ്, നന്നായിട്ട് അതിലേക്ക് കുത്തി നിറയ്ക്കാണ്ട് ആവശ്യത്തിന് അതിലൊരു എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ എത്തുന്ന പോലെ അത്യാവശ്യം കുത്തി അങ്ങോട്ട് നിറയ്ക്കുക. ഒരുപാട് കുത്തി നിറയ്ക്കരുതേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഒരു ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ അങ്ങോട്ട് കുത്തിയൊക്കെ കിട്ടും. സ്റ്റാപ്ലർ ഒന്നും അടിക്കാൻ പോവല്ലേ. അപ്പം ഞാനിവിടെ എന്താണ് ഒരു ഈർക്കിലെടുത്ത് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇത് കുറേ പരിപാടികളുണ്ട് ഗൈസ്. എളുപ്പമല്ല, കുറച്ച് നമ്മളിത് ആദ്യം ആവി കയറ്റി വേവിക്കണം. എന്നിട്ട് നമ്മളിത് മസാലയൊക്കെ തേച്ച് പൊരിച്ചൊക്കെ എടുക്കണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ള് കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു 4 പേർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ കൂന്തൽ കുട്ടന്മാരെയും ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഞാൻ നിറച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് ഇതാ ഈർക്കിലൊക്കെ കുത്തിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ
എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എന്തായാലും കോഴിക്കോട് പോയി കഴിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി വീട്ടിൽ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും കൂന്തൽ കിട്ടുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. മസ്റ്റ് ട്രൈ ഐറ്റാണ് കേട്ടോ. ഈ തേങ്ങ ഇട്ടിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിതാ ഓരോ കൂന്തൽ കുട്ടന്മാരെയും എടുത്തിട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ എല്ലാം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൂന്തലിൻ്റെ തല കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് സെറ്റാക്കി എടുക്കണം. നമ്മൾ കൂന്തൽ നിറയ്ക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ആവി കയറ്റുന്ന ഇഡ്ഡലി തട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓരോ കൂന്തളും എടുത്ത് വെച്ചിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോളം ആവി കയറ്റണം കേട്ടോ. നമ്മുടെ കൂന്തലിൻ്റെ വേവിനനുസരിച്ചാണ് ആവി കയറ്റുന്നത്. നമ്മൾ ഒരുപാട് പൊരിച്ചെടുക്കൂല, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവിയിലാണ് നന്നായിട്ട് വെന്ത് വരുന്നത് കേട്ടോ. മസാല ഓൾറെഡി കുക്കായതുകൊണ്ട് നമ്മൾ പുറത്തുള്ള കൂന്തളൊന്ന് വേവുന്ന രീതിയിലായിരിക്കണം കേട്ടോ ആവി കയറ്റുന്നത്. ഒരുപാട് ആവി കയറ്റി കഴിഞ്ഞാൽ ചിലപ്പം റബ്ബർ പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ വെക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്കൊരു അടിപൊളി മസാല ഉണ്ടാക്കണം. ഇതിൻ്റെ മുകളിൽ പുരട്ടാനുള്ളത് മുളകും മഞ്ഞളും ഉപ്പും വേണേൽ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൂന്തൾ ഓരോന്നെടുത്തിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇനി ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൂന്തളൊക്കെ ആവി കയറ്റിയതിന് ശേഷം അതിൽ നിന്ന് എടുത്തതിന് ശേഷം അതിൻ്റെ അത് തലയൊക്കെ ഞാൻ കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ നമ്മുടെ മസാലയിലേക്ക് ഇതൊക്കെ കൂടെ പുരട്ടി വെക്കണം കേട്ടോ. മസാല അധികം സ്പൈസി ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ കാശ്മീരി മുളകാണ് ഇടുന്നെങ്കിൽ അതും കുറച്ച് കളറ് ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്യാവശ്യം സ്പൈസി ആക്കിയിട്ടുണ്ട്, ഒരുപാട് സ്പൈസി അല്ല, എന്നാലും ഇതിൻ്റെ ഉള്ളിലെ മസാല അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് തന്നെ പുറമേക്ക് ഞാൻ ഒരുപാട് അങ്ങോട്ട് സ്പൈസി ആക്കിയില്ല. മുളക് പൊടിയൊക്കെ ഒന്ന് കരുതിയിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പം നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് വേണം മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് ചീൻചട്ടിയിൽ ഒന്ന് നന്നായിട്ട് നല്ല മിക്സാക്കി കുറച്ച് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് കൂന്തൽ ഇതിൽ മുക്കിയെടുത്താലും മതി കേട്ടോ. പക്ഷെ ഞാൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാ കൂന്തലും ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഓരോ കൂന്തലും എടുത്ത് ഇങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ. കൂന്തൽ പൊരിക്കുമ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, അടച്ചു വെച്ചിട്ട് വേണം പൊരിക്കാൻ, ഇല്ലെങ്കിൽ മുഖത്തിൻ്റെ ഷേപ്പും എല്ലാം മാറും കേട്ടോ. ചിലപ്പോൾ കണ്ണ് വരെ ഉണ്ടാവില്ല, കാരണം നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന സാധനമാണല്ലോ. പ്രത്യേകിച്ച് നമ്മളിത് ഫില്ലൊക്കെ ചെയ്ത് മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ വേവിക്കുന്നത് കൊണ്ട് പ്രത്യേകം എന്തായാലും നിങ്ങൾ മൂടി വെച്ച് തന്നെ വേവിക്കണം. അല്ലാത്ത തന്നെ നമ്മൾ കൂന്തൽ പൊരിക്കുമ്പോൾ മൂടി വെച്ചാണല്ലോ വേവിക്കുന്നത്. ഇതിൻ്റെ തലയൊക്കെ ഞാൻ സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാണ് കേട്ടോ. ഇതൊക്കെ പൊരിച്ച് വന്നിട്ട് ആ ഈർക്കിലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് തല കൂടെ അതിനുള്ളിൽ തിരികെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇനി എനിക്ക് പൊരിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകത മൂടി വെക്കാൻ മറക്കാതെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ കോഴിക്കോട് എന്തുകൊണ്ടായിരിക്കും ഈ കൂന്തൽ ഇത്രയ്ക്ക് വൈറലായതെന്ന് ഇത് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. മോനെ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇനി അവിടെ പോയി കഴിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി കഴിക്കണം, അതോ വീട്ടിലുണ്ടായി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ കഴിക്കണം കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്പൈസി ആയതുകൊണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐസ്ക്രീം എടുത്ത് കഴിച്ചാണ് ഞാൻ എൻ്റെ സ്പൈസിനെസ് ഒക്കെ തീർത്തത് കേട്ടോ. അത്രയ്ക്കും എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും കുരുമുളകൊക്കെ പൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിച്ചിടുക. എന്തായാലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല, കിടിലായിരുന്നു കേട്ടോ നമ്മുടെ കൂന്തൽ നിറച്ചത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പം ഞാനിത് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് എൻ്റെ എരിവൊക്കെ നാവിലത്തത് മാറ്റട്ടെ. നിങ്ങൾ എന്തായാലും പോയി ട്രൈ ചെയ്യുക. കോഴിക്കോട് അവിടെ പോയി കഴിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോവാട്ടോ. അപ്പോൾ ബൈ ഗൈസ്, വീണ്ടും കാണാം.